നാടും വീടുമൊക്കെ വിട്ട് ദൂരദേശത്ത് പോയി ജോലി ചെയ്യാൻ ഒരു ധൈര്യമൊക്കെ വേണം. എന്നാൽ അതിൻ്റെ ഇരട്ടി ധൈര്യമുള്ള ഒരാളിനെയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ലണ്ടനിൽ നിന്ന് കേരളത്തിലെ പത്തനംതിട്ടയിലേക്ക് ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വന്ന ഒരു പ്രവാസിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോട് ചോദിക്കാം. അപ്പോൾ ഈ വണ്ടിയിലാണ് ഇവിടെ വരെ എത്തിയത്. ഇപ്പോൾ ഇതൊരു വലിയ സംഭവമാണല്ലോ. നമ്മൾ പുറത്ത് പോവുക എന്ന് പറയുന്നത് തന്നെ പലർക്കും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമ്മുടെ നാടൊക്കെ വിട്ട്. എന്തായിരുന്നു ഇതിന് ധൈര്യം നൽകിയത്, ഇത്രയും ദൂരത്തുനിന്ന് തനിയെ കാർ ഓടിച്ച് വരാൻ? യാത്രകൾ ഞാൻ പണ്ടേ മുതലേ നന്നായി യാത്ര ചെയ്യുന്ന ഒരാളാണ്. പണ്ടൊക്കെ കോളേജ് കാലഘട്ടം മുതൽ ബുള്ളറ്റിൽ ഈ ഇന്ത്യ മുഴുവൻ അത്യാവശ്യം കറങ്ങിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പല ചാരിറ്റി റൈഡുകൾ, ഫോറിനേഴ്സിൻ്റെ റൈഡുകൾ, ഇംഗ്ലീഷുകാരുടെ ഒക്കെ ഇപ്പം ഇന്ത്യ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് വ്യത്യസ്തമായൊരു യാത്ര ചെയ്യാൻ കാരണം ഒരു ചാരിറ്റിക്ക് വേണ്ടിയാണ്. ക്യാൻസർ ബാധിതരായ കുട്ടികളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ നിന്ന് നാട്ടിലേക്ക് വണ്ടി ഓടിക്കാൻ ഞാൻ കുറച്ച് നാൾ മുന്നേ തീരുമാനിച്ചതാണ്. 2018 ആദ്യമായിട്ട് തീരുമാനിക്കുന്നത്. പക്ഷെ അന്ന് വിസ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ കിട്ടാതിരുന്നത് മൂലം പാകിസ്ഥാൻ വിസ ഞാൻ ഇപ്പോഴും അപ്ലൈ ചെയ്തിരുന്നു, അത് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത്തവണ അങ്ങ് ചെയ്യാൻ തീരുമാനിച്ചു. എല്ലാം ഒത്തുവന്നു, അന്നേരം നമ്മൾ നടന്നു എന്നുള്ളതേ ഉള്ളൂ. എത്ര ദിവസം എടുത്തു? ഇത് 49 ദിവസം എടുത്തു. ഞാൻ അവിടുന്ന് ജൂലൈ 26 തുടങ്ങുന്നത്. ഇവിടെ വന്നത് സെപ്റ്റംബർ 12 അപ്പോൾ 49 ദിവസം എടുത്തു. അതിൽ 44 ദിവസം ഡ്രൈവ് ചെയ്തു. ബാക്കി ദിവസമൊക്കെ സ്റ്റേ ആയിരുന്നു? ബാക്കി ചില വിസയുടെ ഡേറ്റ് ആവാൻ വേണ്ടി ചില സ്ഥലങ്ങളിൽ സ്റ്റേ ചെയ്യണം. കാരണം നമുക്ക് എൻട്രി കിട്ടുന്നത് ഇന്ന ദിവസം മുതലായിരിക്കും വിസയുടെ. ഞാൻ പെട്ടെന്ന് ഓരോ സ്ഥലത്തേക്ക് എത്തിയതുകൊണ്ട് ചിലയിടത്തൊന്ന് ഡിലേ ആക്കിയിട്ട് മൂവ് ചെയ്യേണ്ടി വന്നു. ഇപ്പോൾ ഈ സാധാരണ റൈഡർമാരൊന്നും ഉപയോഗിക്കുന്ന പോലത്തെ ഒരു വണ്ടിയല്ല, വോൾവോ അല്ലേ? വോൾവോ ആണ്. അപ്പോൾ ഇപ്പം സാധാരണ എടുക്കുന്ന ഇപ്പോൾ ജീപ്പ് പോലെയുള്ള വണ്ടികൾ ഉപേക്ഷിച്ച് ഈ വണ്ടി തിരഞ്ഞെടുക്കാൻ കാരണം എന്താ? അല്ല, വോൾവോ എന്നത് ഞാൻ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടിയാണ്. അപ്പോൾ എനിക്കൊരു യാത്ര പോകാൻ ഏറ്റവും ധൈര്യം എനിക്ക് പരിചയമുള്ള വണ്ടിയായിരിക്കും. അത് ഇങ്ങനൊരു യാത്രയാകുമ്പം ഇപ്പം നമ്മളൊരു ദിവസത്തേക്കോ അല്ലെങ്കിൽ 2 ദിവസത്തേക്കോ ഒരിടത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് അത്രയ്ക്ക് വലിയൊരു റിസ്ക്കുള്ള കാര്യങ്ങളില്ല. ഇപ്പം ഇത് ഞാൻ യാത്ര തുടങ്ങുമ്പോൾ ഒരു മാധ്യമത്തിന് കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പരാജയപ്പെടാൻ ധൈര്യമുള്ളവന് മാത്രമുള്ള യാത്രയാണ്. അപ്പം ഞാൻ ആദ്യത്തെ ശ്രമം തന്നെ എൻ്റെ പരാജയപ്പെട്ടു. അത് കഴിഞ്ഞത് സ്മൂത്തായിട്ട് നടന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കണമെങ്കിൽ എനിക്ക് ഏറ്റവും പരിചയമുള്ള വണ്ടിയായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പരിചയമുള്ളൊരു വണ്ടി ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ ഉണ്ടായിരുന്നു വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ പ്രതികരണം ഇത്രയും വലിയൊരു യാത്ര നടത്തുന്നു എന്ന് പറയുമ്പോൾ? ഞാൻ ആദ്യത്തെ യാത്ര വളരെ ആളുകളോടൊക്കെ പറഞ്ഞ് നമ്മൾ വലിയ ഒരു പബ്ലിസിറ്റിയിൽ പബ്ലിസിറ്റി ഇൻ ദ സെൻസ് ഫേസ്ബുക്കിലിട്ട് നമ്മൾ നടക്കാനുള്ളൊരു പ്രതീക്ഷയിൽ നിന്നും നടക്കാതിരുന്നപ്പോൾ ഒട്ടേറെ ആളുകളുടെ പരിഹാസം നമ്മൾ സ്വാഭാവികമായിട്ടും ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അത് മുന്നിൽ നിന്ന് പറഞ്ഞു വരും, പിന്നിൽ നിന്ന് പറഞ്ഞവരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തവണ ആരോടും പറയാതെയാണ് യാത്ര തുടങ്ങിയത്. അടുത്തൊരു രാജ്യത്തെത്തിയിട്ടാണ് ഞാൻ യാത്ര തുടങ്ങിയ കാര്യം പോലും പറയുന്നത്. പിന്നെ ഈ ഇടതുവശത്ത് നിന്ന് ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും ഒരേ സൈഡിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. പക്ഷേ അതൊഴിച്ചാൽ ബാക്കി ഞാൻ വന്ന യാത്രയിലെ 10-18 രാജ്യങ്ങളാണ് മൊത്തം ഞാൻ സഞ്ചരിച്ചത്. അതിൽ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംശയം ഉണ്ടാകും. കാരണം ഞാൻ ജീവിതത്തിൽ ഇതുവരെ ആ സൈഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിത് വളരെ ആശങ്കയോടെയാണ് തുടങ്ങിയത്. നമ്മൾ ആവേശത്തിലെടുത്ത് ചാടുന്നു, പക്ഷേ ഇത് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളൊരു സംശയം എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ അത് സ്വാഭാവികമായി അതങ്ങ് സംഭവിച്ചു. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടുള്ളൊരു വണ്ടി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ മറ്റു രാജ്യങ്ങളിൽ കിടന്നപ്പോൾ? മറ്റു രാജ്യങ്ങളിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ അങ്ങനെ ഓടിക്കാനൊരു പ്രശ്നമുണ്ട്. കാരണം ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ വിസിബിലിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് കാണാവുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്തരം റോഡുകളിൽ വലിയ പ്രശ്നം തന്നെയായിരുന്നു. പിന്നെ അതിനൊരു വലിയ ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ പുറകിൽ നിന്ന് ഓവർടേക്ക് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചില ടെക്നിക്കാലിറ്റി നമ്മളങ്ങ് അബ്സോർബ് ചെയ്യും. അതുമായിട്ട് നമ്മളങ്ങ് പൊരുത്തപ്പെടും. 40 ദിവസത്തോളം ഓടിക്കുകയാണല്ലോ. അതെ, 40 ദിവസം ഓടിക്കുമ്പോൾ നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ അതിലേക്ക് ശീലമാകും. അങ്ങനെ അത് ഓവർകം ചെയ്യാൻ പറ്റി. ആദ്യത്തെ ഒരു 2 ദിവസത്തെ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ പിന്നെ വളരെ സ്മൂത്തായി ഓടിക്കാൻ കഴിഞ്ഞു. ഞാനൊരു നാച്ചുറൽ ഡ്രൈവറാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ ഇതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അതൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അഡാപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇത് UK രജിസ്റ്റർ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ UK രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾക്ക് ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഈ വാഹനത്തിന് നമ്പർ ഇല്ല. അപ്പോൾ UK നമ്പർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ലേ? UK നമ്പർ പ്ലേറ്റ് ഇതാണ്. നമുക്ക് പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റുകൾ എടുക്കാം അവിടെ. ഇപ്പം ഞാൻ ഇത് എടുത്തിരിക്കുന്നത് എൻ്റെ പേരിൻ്റെ ഇനിഷ്യലായി രാജേഷ് കൃഷ്ണ എന്നുള്ളതിൻ്റെയാണ് RK.
പിന്നെ 2 നമ്പറുകൾ. അത് ഏത് വർഷമാണ് വണ്ടി എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ്. പക്ഷേ എൻ്റെ ഇതിലും പുതിയ മോഡലാണ്. ഇതൊരു പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് അടുത്ത വണ്ടിയിലും ഇത് തന്നെ ഉപയോഗിക്കാം. നമ്മൾ ഇനി എടുക്കുന്ന വണ്ടികളിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് തന്നെ. നമ്പർ പ്ലേറ്റ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരേ നമ്പർ പ്ലേറ്റുള്ള 2-3 വണ്ടികളുണ്ടെങ്കിലും പ്രശ്നം വരുന്നില്ല. ഇല്ല, ഒരേ നമ്പർ പ്ലേറ്റിൽ 2 വണ്ടി ഒരേ സമയം ഓടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇത് എനിക്ക് അടുത്ത വണ്ടിയിലേക്ക് ഈ നമ്പർ പ്ലേറ്റ് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇത്ര കോൺക്ലേവ് കട്ട് ചെയ്താൽ പോരെ. അപ്പോൾ ഇപ്പോൾ ഈ ലോകത്തുള്ള ഒരുപാട് പ്രവാസികൾ ഒത്തുകൂടുന്ന ഒരു വേദിയാണ് മൈഗ്രേഷൻ കോൺക്ലേവ്. അപ്പോൾ ഈ താങ്കളെ ഇപ്പോൾ പ്രവാസികൾക്ക് എല്ലാം വഴിയിൽ സുപരിചിതനുമാണ്. എന്ത് തോന്നുന്നു മൈഗ്രേഷൻ കോൺക്ലേവിൻ്റെ പ്രവർത്തനവും മൈഗ്രേഷൻ കോൺക്ലേവിൽ എത്തിയപ്പോഴും എന്ത് തോന്നുന്നു? മൈഗ്രേഷൻ കോൺക്ലേവിനെ നമ്മൾ വളരെ സീരിയസ് ആയി പ്രവാസികളുടെ കാര്യങ്ങളെ ഈ ഗവൺമെൻറ് അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് മൈഗ്രേഷൻ കോൺക്ലേവ് എന്ന് പറയുന്നത്. കാരണം പ്രവാസി എന്ന് പറയുന്നത് എല്ലാവരും സന്തോഷത്തോടു കൂടിയല്ല പ്രവാസത്തിനായിട്ട് പോകുന്നത്. ഇപ്പം ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഞാൻ പഠിക്കാൻ പോയ ഒരാളാണ്. ഒരു 21 വർഷം മുന്നേ ഞാൻ പഠിക്കാൻ പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രവാസിയായി തുടരുകയായിരുന്നു. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പം ഞാൻ യാത്രയുമായി ബന്ധപ്പെടുത്തി പറഞ്ഞാൽ തന്നെ ഇപ്പം സ്വാഭാവികമായ ഒരു പ്രവാസിയുടെ ജീവിതത്തിൻ്റെ ചര്യ ഏകദേശം ഒരുപോലാണ്. കാരണം അവന് നമ്മളുടെ ഇപ്പോൾ എന്തുകൊണ്ട് എല്ലാവരും യാത്ര ചെയ്യുന്നില്ല എന്നൊരു ചോദ്യം ഇപ്പോൾ ഇതിൽ പലയിടത്തും ഉയർന്നു വരുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് യാത്ര ചെയ്തു എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് അത് പ്രവാസിയുടെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞാൽ നമ്മൾ സ്കൂൾ കാലം നമ്മളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയാണ് ചെയ്യുക. അവർ പറയുന്ന രീതിയിൽ നമ്മൾ കോഴ്സുകളിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പ്രവാസത്തിലേക്ക് കടക്കുന്നു. അത് കഴിയുമ്പോൾ നമ്മൾ വീടിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുന്നു. അത് കഴിയുമ്പോൾ ഒരു കുടുംബമാകുന്നു. ആ കുടുംബത്തെ സ്റ്റെബിലൈസ് ചെയ്യാൻ നോക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളുടെ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടി പോകുന്നു. അപ്പോഴത്തേനും നമ്മളൊരു വലിയ വീട് വെക്കും. അതിൻ്റെ കടം മാറ്റാൻ വേണ്ടി പിന്നെ ഒരു കുട്ടികളുടെ വിവാഹം. ഇതൊരു സ്വാഭാവികമായ പാറ്റേണാണ്. ഏതൊരു പ്രവാസിയുടെയും ജീവിതത്തിലെ പാറ്റേണാണ്. ആ പാറ്റേണിനപ്പുറത്തേക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് ചിന്തിക്കേണ്ട ഒരു ചർച്ചയാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും പത്തനംതിട്ട പോലൊരു ജില്ലയിലെ പ്രവാസികളെന്ന് പറഞ്ഞാൽ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഇപ്പം സാധാരണ പ്രവാസികൾ ഇപ്പം മലപ്പുറം കോഴിക്കോട് സൈഡിലുള്ള പ്രവാസികൾ കൂടുതൽ വന്ന് മിഡിൽ ഈസ്റ്റിലാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലുള്ളവർ പോകുന്ന അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ ജർമ്മനിയിലും ഒക്കെ വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറഞ്ഞാൽ പതിറ്റാണ്ടുകൾക്ക് മുന്നേ അവിടെ പോയിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരിനി ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല. പക്ഷേ അവരുടെ പേരൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് തന്നെ കാര്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിലുള്ളവർ എൻ്റെ സിസ്റ്ററും ഞാനേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും പുറത്താണ്. എൻ്റെ വൈഫിൻ്റെ വീട്ടിലെ കാര്യം പറഞ്ഞാൽ വൈഫിനൊരു ബ്രദറേ ഉള്ളൂ. അവർ രണ്ടും പുറത്താണ്. അപ്പോൾ 2 വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമുള്ളൊരു സിറ്റുവേഷനാണ്. ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ വെൽബീയിങ് അല്ലെങ്കിൽ അവരെ നമുക്ക് എത്രത്തോളം പരിപാലിക്കാൻ പറ്റുന്നു, അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരമായ കാര്യങ്ങളാണ് ഈ ചർച്ചയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് മുതൽ തിരിച്ചു വരുന്ന പ്രവാസിക്ക് എന്ത് സഹായം വേണം, അത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളെയും ഗവൺമെൻറ് അത്രത്തോളം ശ്രദ്ധാലുക്കളായി ചെയ്യുന്നു. ഇപ്പം ലോക കേരള സഭ എന്ന് പറയുന്ന ഒരു വലിയ ചുവടുവെപ്പായിരുന്നു. അപ്പോൾ ആദ്യ ലോക കേരള സഭയിൽ പങ്കെടുത്ത ഒരാളാണ്. കാരണം യൂസഫ് അലിയും അല്ലെങ്കിൽ രവി പിള്ളയും പോലെയുള്ള ജയൻറ്റുകളുടെ ഇടയിൽ സാധാരണക്കാരനായ നജീബ്, ഇപ്പം ബെന്യാമീൻ ഉണ്ടായിരുന്നു കഥാകാരൻ, ബെന്യാമീൻ്റെ കഥാപാത്രമായ നജീബ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടെ ഞാനും അതിനകത്തൊരു പ്രവാസി ആയി പങ്കെടുത്ത ഒരാളാണ്. അപ്പോൾ എല്ലാ തട്ടിലുള്ള ആളുകളെയും അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലാണ് ലോക കേരള സഭ വന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രാതിനിധ്യമുണ്ട്. ടാക്സി ഡ്രൈവർമാരുണ്ട്, മറ്റ് ലേബർ ജോലി ചെയ്യുന്നവരുണ്ട്. അവർ മുതൽ യൂസഫ് അലിയും രവി പിള്ളയും ആസാദ് മൂപ്പനും ഒക്കെ വരെയുള്ള ആളുകളുള്ള ഒരു അങ്ങനെ ഒരു സാധനത്തിനെ സംഘടിപ്പിക്കാൻ ഇങ്ങനൊരു ഗവൺമെൻറ്റിനെ കഴിയത്തുള്ളൂ. ആ ഗവൺമെൻറ് അടുത്ത ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോൺക്ലേവ് നടക്കുന്നത്.